ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നമ്മുടെ ശിക്ഷാവിധി മുഴുവനും ക്രിസ്തുയേശുവിൽ നിവൃത്തിയായി. പാപത്തിൻ്റെ ശമ്പളമാണ് ശിക്ഷ. അത് നമ്മുടെ കർത്താവായ യേശു മനസ്സോടെ ഏറ്റുവാങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്തുയേശുവിലാണോ? നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. ശിക്ഷ മുഴുവൻ നടപ്പാക്കി കഴിഞ്ഞു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എൻ്റെ പാപത്തിൻ്റെ ശമ്പളം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുന്നവരോട് നിങ്ങൾ ആ കാൽവറിയിലേക്കൊന്ന് നോക്കാമോ? അതാണ് ആ ശിക്ഷാവിധി. അത്ര വലിയ ശിക്ഷാവിധിയാണ് നമ്മെ കാത്തിരുന്നത്. അത് നീചമായ മരണമായിരുന്നു. അതേ, അവൻ അത് ഏറ്റുവാങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. നിങ്ങളുടെ ശിക്ഷാവിധി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തേക്കാൾ അധികമായി നാം ഇരുളിനെ സ്നേഹിച്ചാൽ, അങ്ങനെ ഇരുളിനെ സ്നേഹിച്ചാൽ ഒരു ശിക്ഷാവിധി വരുന്നുണ്ട്. യേശുക്രിസ്തു നമ്മുടെ പാപം ചുമന്നിരിക്കുകയാണ്. അതുകൊണ്ട് പാപവഴികളെ വിട്ട് യേശുവിൻ്റെ മുമ്പിൽ ജീവിതം സമർപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയായി ജീവിച്ചാൽ നമുക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ യേശുവിനെ അറിഞ്ഞിട്ടും, യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടും, യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നറിഞ്ഞിട്ടും, വെളിച്ച ലോകത്തിൽ വന്നിട്ടും, ഇതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും പാപത്തെ സ്നേഹിച്ചാൽ, വീണ്ടും പാപത്തിൻ്റെ വഴികളിൽ നടന്നാൽ, പ്രിയപ്പെട്ടവരെ, അത് ഡേഞ്ചറാണ്. യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട്. യേശുക്രിസ്തുവിലേക്ക് നാം വന്നാൽ പാപത്തോട് ഗുഡ് ബൈ പറയണം. പാപത്തെ സ്നേഹിക്കരുത്. യേശുവിൻ്റെ ശരീരം മുറിയാൻ കാരണമായത് നിന്റെ പാപമാണ്. ആ ശരീരത്തിൽ നിന്ന് രക്തം പൊടിയാൻ കാരണമായത് എൻ്റെ പാപമാണ്. അയ്യോ, എൻ്റെ യേശുവിൻ്റെ ശരീരം തകർക്കപ്പെടാൻ കാരണമായ പാപത്തെ ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ വാഴിക്കില്ല. അതെൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകില്ല. അതെൻ്റെ യേശുവിനോടുള്ള സ്നേഹമാണ്. അതെൻ്റെ തീരുമാനമാണ്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ പാപത്തെ സ്നേഹിക്കാൻ കഴിയും? പാപത്തിൻ്റെ വഴികളിലൂടെ എങ്ങനെ നടക്കാൻ കഴിയും? ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വാക്കുകൾ നമുക്ക് പറയാൻ കഴിയുമോ? പിണക്കം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയുമോ? കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ കഴിയുമോ? പുകവലിക്കാൻ കഴിയുമോ? മദ്യപിക്കാൻ കഴിയുമോ? സെക്ഷൽ സിൻ ചെയ്യാൻ കഴിയുമോ? ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ പോകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അത് പാടില്ല. അത് ഞാൻ ചെയ്യില്ല. എൻ്റെ യേശു തകർക്കപ്പെടാനുള്ള കാരണം പാപമാണെങ്കിൽ, എൻ്റെ പാപമാണെങ്കിൽ, ഇനി അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ഇതൊരു തീരുമാനമായിരിക്കട്ടെ. എന്നാൽ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ടും, യേശു എന്തിനീ ഭൂമിയിൽ വന്നു, എന്തിന് തകർക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും, പാപം നിങ്ങളിൽ വീണ്ടും ജീവിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ അത് നിങ്ങൾക്ക് ന്യായവിധിയാണ്. എന്നാൽ ഇന്ന് പകൽ പാപത്തിൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ വിശുദ്ധ വഴിയിൽ സഞ്ചരിച്ചാൽ ഉല്ലാസത്തിൻ്റെ ഘോഷമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പറഞ്ഞു തീരാത്ത സന്തോഷം, മഹിമയുള്ള സന്തോഷം നിങ്ങളെ കാത്തിരിക്കുന്നു. യേശുവിനെ സ്നേഹിക്കാം, യേശുവിനോട് കൂടെ നടക്കാം,
പാപത്തോട് എതിർത്ത് നിൽക്കാം, പാപവഴികളെ ഉപേക്ഷിക്കാം, തന്നെത്താൻ സൂക്ഷിക്കാം, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.